ഒരു നിശബ്ദ നിലപാടാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അത് നിനക്കും നിൻ്റെ ദൈവത്തിനും എല്ലാവർക്കും അത് എക്സ്പ്ലെയിനബിളോ അല്ല എല്ലാവരോടും. അവർ പറയും ബുദ്ധിമോശം കാണിച്ചില്ല, മണ്ടത്തരമല്ലേ, ഇതെന്താണ് മറ്റുള്ള നമ്മുടെ വായുടെ അകത്ത് കയറി കൈ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അളം മുട്ടി ആരാണ് കടിക്കാത്തത്, നീ മനുഷ്യരാണെന്നൊക്കെ അത് ചോദിക്കും. ദാറ്റ്സ് ഓക്കെ. അമ്മ ഇതിനെല്ലാം പറ്റിയ ആളാണ്. അമ്മ ദൈവം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ നഷ്ടപ്പെട്ടതിൻ്റെ അനുഭവം അവർക്ക് മനസ്സിലാക്കിയതാണ്. അവർക്ക് അത്ര ഉത്കണ്ഠയായിട്ട് ഉറങ്ങാത്ത രാത്രിയായിരുന്നു. 2ാമത്തെ ദിവസവും 3-ാം ദിവസമാണ് ഈശോനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഉത്കണ്ഠ കൊണ്ട് ഉറങ്ങാതെ കിടന്ന ദിവസമാണ്. അപ്പോൾ ദൈവം നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ഈ അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മ എപ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ. കാര്യം ഞാൻ ജയിച്ചിട്ടോ ഞാൻ ദൈവം നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ചിന്ത. ആധ്യാത്മിക ജീവിതം സത്യസന്ധമായ ഒരു നിലപാടുകളാണ്. ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും സന്തോഷമായിരിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക. മുത്തേടൻ അച്ഛൻ ബൈബിൾ തർജ്ജിമ ചെയ്തപ്പോൾ പറഞ്ഞത് ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കാനുള്ള പുതിയ സംസ്കൃത വാക്കൊന്നും അല്ല പുള്ളിക്കാരൻ പറഞ്ഞത്, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണമെന്ന്. അതാണ് എനിക്കിഷ്ടം. ഞാൻ ഈ POC-ക്കാരൻ്റെ തർജ്ജിമയേക്കാൾ ഞാൻ ഇന്നും മനസ്സിൽ കൊണ്ടുവയ്ക്കണ മുത്തേടൻ ഉൾഗാത്തായി നേരിട്ട് എടുത്തിട്ട് നാട്ടുഭാഷയെ സംസാരിക്കും. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ അവൻ അവരോട് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമാണ്, മനുഷ്യൻ്റെ അനുഭവമായിട്ട് ബന്ധമാണത്. പ്രാർത്ഥനയ്ക്ക് ഉള്ളിടത്തോളം മടുപ്പ് വേറെ എന്തിനുണ്ട്? വേറെ ഒന്നിനുമില്ല. ഈ ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മടുപ്പുള്ള സംഭവം എന്താണ്? പ്രാർത്ഥനയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ്റെ പേരെന്താ, ഇമ്മാനുവൽ ഇവിടെ ഒരു 22 വയസ്സാണ് പയ്യൻ വന്നിവിടെ. അപ്പം ഇമ്മാനുവൽ വന്ന് ഇമ്മാനുവലിൻ്റെ ചേച്ചി ഉടമ്പടി എടുത്തിട്ട് അവൾ ലിഫ്റ്റ് ചെയ്ത്, അമ്മയുടെ രൂപ അറിയാമല്ല, അമ്മ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത് ലിഫ്റ്റ് ചെയ്ത് കളയും. നടന്ന് കയറാൻ പറ്റാത്തവരാണ് പിള്ളേരെ നമ്മൾ എന്ത് ചെയ്യും? അമ്മമാർ ഇപ്പോൾ അമ്മയും കുഞ്ഞും കൂടി പള്ളിയിൽ പോയി, 2 വയസ്സുള്ള കൊച്ചും കൂടി പള്ളിയിൽ കൂടി പോയി, അല്ലെങ്കിൽ അവനത് പനിയാണ്, അത് നടന്നിട്ട് കയറണില്ല, അമ്മ എന്ത് ചെയ്യും? എടുക്കും. ഇത് തന്നെ നിന്നോട് അമ്മ ചെയ്യും. അവൻ്റെ ചേച്ചിയെ ലിഫ്റ്റ് ചെയ്ത് നടന്ന് വരികയാണെന്ന് മനസ്സിലായപ്പോൾ അമ്മ അരയിലെടുത്തുകൊണ്ട് ജർമ്മനി കൊണ്ടുപോയി. അപ്പോൾ ഇമ്മാനുവലിന് വിശ്വാസമായി, ഞാനും ഒരു പൊട്ടനാട് ജീവിക്കുകയാണ്, എനിക്ക് നടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനും വന്ന് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 2 പേർക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുകയെന്ന് അറിയാമെങ്കിൽ ഇമ്മാനുവലിന് ഉടമ്പടി എടുക്കണം. ചേച്ചി പോയി രക്ഷപ്പെട്ട പോലെ എനിക്കും രക്ഷപ്പെട്ടത് പറഞ്ഞ് അവൻ ഇവിടെ വന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു സ്ത്രീ സ്വരം വളരെ ഭവ്യവും സ്വർഗീയമായി, ഇമ്മാനുവൽ കയറി വരൂ. അവൻ ഞെട്ടിപ്പോയി, ഇമ്മാനുവൽ കയറി വരൂ. അത്രയും കൊതിയോടുകൂടി കൃപാസനം മാതാവ് ആരോ ആണെന്ന് അവൻ ചിന്തിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഈ അമ്മയുടെ സ്റ്റെപ്പ് ചവിട്ടിയപ്പോൾ അവൻ വിളിച്ചു ഇമ്മാനുവൽ. അപ്പോൾ എൻ്റെ പേര് വിളിക്കാൻ ആരാണെന്ന് നോക്കിയിട്ട് അവന് പരിചയമുള്ള ആരും ഇവിടെ ഇല്ല. അതാണ്, അവന് പരിചയമുള്ള ആരുമില്ല, ബന്ധുക്കളിലെ സ്വന്തപ്പെട്ട കൂട്ടുകാർ ആരുമില്ല. ഇവിടെ വരുമ്പോൾ ഇമ്മാനുവൽ കയറി വരൂ. അത് കൃപാസന അമ്മ ഒരു സാന്നിധ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അതൊരു ആശയമോ ഒരു തിരുസ്വരൂപമോ ഒന്നുമല്ല, അതൊരു സാന്നിധ്യമാണ്. അത് ഉടമ്പടിയിലൂടെയാണ് നമുക്ക് ഈ സാന്നിധ്യം. നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടി നിങ്ങൾ ഉടമ്പടിയിലൊരു 10,000 സാക്ഷ്യം നമ്മുടെ കയ്യിലുണ്ട്. 10,000 ഒന്നും അല്ല കേട്ടോ. ഈ സഭയിൽ ഇതുപോലെ സാക്ഷ്യമുള്ളൊരു പ്രയറില്ല, അത് നിങ്ങൾക്കറിയാം. എന്തുമാത്രം വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. നമുക്ക് ഒരു ദിവസം തന്നെ 25 സാക്ഷ്യം അപ്പ് ചെയ്യാൻ പറ്റിയ സാക്ഷ്യമുണ്ട്. 25 സാക്ഷ്യം അപ്പ് ചെയ്യാൻ പറ്റി. അപ്പോഴേ ഇത്രയും സാക്ഷ്യങ്ങൾ ഇങ്ങനെ വരുമ്പോഴാണ് സ്വാഭാവികമായി നമുക്ക് വരുന്ന ഒരു വിഷയം, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ സാക്ഷ്യങ്ങളാണ്. രോഗം സുഖപ്പെടുക, അല്ലേ? ഇപ്പം ഇമ്മാനുവൽ കയറി വരാൻ പറഞ്ഞില്ലേ, സെക്കൻഡുകൾക്കുള്ളിൽ ആൾ IELTS പാസ്സാക്കി പാക്ക് ചെയ്ത് ആൾ പോയി. ചേച്ചിയുടെ അതേ കോളേജിൽ തന്നെ പോയി, ജർമ്മനിയിൽ. സ്പീഡ് അതായത് എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമേ, നടന്നു വരുമ്പോൾ സ്പീഡ് കുറവായി. അപ്പോൾ കൈയൊക്കെ പിടിച്ച് നടത്തും ദൈവം, പക്ഷേ എടുക്കുമ്പോൾ അറിയാൻ പറ്റും. സ്പീഡ് വിത്തിൻ നോ ടൈം വിത്തിൻ 2 വീക്കൊക്കെ ഈ സംഭവം സെറ്റ് ചെയ്ത് പോകും. ചിലപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഉടമ്പടിയിൽ എഴുതുമ്പോൾ തന്നെ സെറ്റാവും. അത് ലിഫ്റ്റ് ചെയ്യണമാണ്. അത് വല്ലാത്ത അങ്ങനെ കോരിയെടുക്കും. എടുത്ത് പിന്നെ നമ്മളുടെ ശക്തിയിലല്ല,
നിങ്ങൾ എനിക്ക് തോന്നുന്നത് സറണ്ടർ ചെയ്യണമെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ഇത് അതായത് ദൈവമേ ഇത് സത്യമായിട്ട് ഞാൻ പറയാണ്, എന്നെക്കൊണ്ടിത് പറ്റത്തില്ല, നീ ഇത് ഫുൾ ആൻഡ് ഫുൾ 99% ഞാനും 99% നീയും 1% ഞാനും എന്ന് ഞാൻ പറയണില്ല, 1% കൂടി സറണ്ടർ ചെയ്യണം, 100% നീ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാവത്തില്ല എന്ന് തുറന്ന് അങ്ങോട്ട് സറണ്ടർ ചെയ്യണം. പക്ഷേ ഈ സറണ്ടർ ചെയ്യുന്ന വ്യക്തിക്ക് നല്ല ദൈവസ്നേഹം ഉണ്ടാകണം. നീ ഉടമ്പടിയുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നിൻ്റെ കാര്യം മാത്രം ചെയ്തിട്ട് ഞാൻ സറണ്ടർ ചെയ്തെന്ന് പറഞ്ഞിരിക്കരുത്. നീ ദൈവം നിനക്കറിയാമല്ലോ, ദൈവം ഏത് ക്ലേശകാലത്തും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ വി ഡോണ്ട് ഫീൽ ഇറ്റ്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഐസയ 30:21 എന്താ പറയണത്? കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പവും പറഞ്ഞ് കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന് ജലവും തന്നാലും എൻ്റെ ദൈവം മറഞ്ഞിരിക്കില്ല. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലേ പോകുക. അപ്പൊ ദൈവം നിന്റെ വഴി നടത്തി തന്നെ ഒരാളാണ്. അതുകൊണ്ടാണ് ദൈവവുമായിട്ട് പിരിയണ ഒരവസ്ഥ ഉണ്ടാക്കരുതെന്ന് പറയണത്. സാന്നിധ്യത്തിൻ്റെ പ്രോബ്ലം നമുക്ക് കഷ്ടകാലത്ത് നമുക്ക് ഇടം വരാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പല പല പരിഹാരങ്ങൾ പല പല രീതിയിൽ നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് പറ്റിയ. ഇപ്പം ഞാൻ ചിലരോട് പറയല്ല, വെയിറ്റ് ചെയ്ത് നിങ്ങൾ തീരുമാനമൊന്നും എടുക്കരുത്, 10 ഡേറ്റ് ഇട്ട് കൊടുക്കും, 48 ദിവസം 48 ദിവസമൊന്നും ഇല്ല. ഇപ്പം വസ്തു വിൽപ്പന, ജപ്തി, അങ്ങനെ പല പ്രശ്നമാണ്, മാളെ കെട്ടിക്കൽ, പറമ്പ് വിൽക്കൽ, ഇങ്ങനെ പല പല വിഷയത്തിൽ വിഷമിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്കൊന്നും കിട്ടത്തില്ല. എന്താ കാര്യം? ഭാര്യയൊക്കെ കുറ്റപ്പെടുത്തുകയുള്ളൂ. മക്കളാണെങ്കിൽ അവരുടെ കാര്യം നടക്കാത്തത് കൊണ്ട് നമ്മുടെ മേക്കെട്ട് കയറും. നമുക്കാണെങ്കിൽ വീട്ടിൽ വരാൻ തോന്നണമില്ല. കാര്യം ഭക്ഷണം തന്നെ വല്ലതും കിട്ടിയെങ്കിൽ അവിടുന്ന് കഴിക്കാം. ഒക്കെ വീട്ടിൽ വരുമ്പോൾ ഓരോരുത്തരും മോന്തയും കണ്ടിട്ട് അവരത് ചെയ്തായിരുന്ന, അവിടെ പോയായിരുന്ന, അവരെന്ത് പറഞ്ഞ്, ഇവരെന്ത് പറഞ്ഞു. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കളാ ഈ ബുദ്ധിയും ബോധമില്ലാത്ത പെണ്ണുങ്ങൾ നമ്മളെ പിന്നെ പിരികേറ്റും. അവരെന്ത് പറഞ്ഞ്, അവിടെ പോയില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം, ഇവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കണം. ചിലർ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലും ബോധമില്ലാത്ത ഒത്തിരി പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് ഭാര്യമാരായിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിന് അവർക്കറിയത്തില്ല ഇയാൾ എങ്ങനെയാണെങ്കിൽ പൊള്ളിപ്പഴുത്ത് വരികയാണോ. അവരോട് ഊണ് കഴിക്കുമ്പോൾ വല്ലവരും സംസാരിക്കുക, ഊണ് കഴിക്കുമ്പോൾ സംസാരിച്ച് പിന്നെ മറുപടി അവസ്ഥ നമ്മൾ ഇട്ടു പോകും. അപ്പോൾ അത് വെച്ചാൽ എനിക്ക് വേണത് നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറച്ച് സംസാരിച്ചിട്ട് ബാക്കി ദൈവത്തോട് പറയണം. ഇവരോട് സംസാരിച്ച കാര്യമില്ല. കാരണം നിങ്ങൾക്കൊരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് 10-15 കൊല്ലം ജീവിക്കുമ്പോൾ അതെന്ത് ഉരുപ്പടിയാണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. പിന്നെ അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മരണം വരെ നിങ്ങൾ എനർജി ചിലവാക്കിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമുക്കറിയാൻ പറ്റുമല്ലോ, ഒരു 5 കൊല്ലം ജീവിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭർത്താവ് എന്ത് ജാതിയാണ്, ഭാര്യ എന്ത് ജാതിയാണെന്ന്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ സ്റ്റോപ്പ് ദ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ആ വിഷയം സംസാരിച്ച പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ദൈവത്തോട് പറയുക. അവിടുത്തെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് പ്രാർത്ഥനയായിട്ട് കാഴ്ചവെക്കണം. നമ്മുടെ ആന്തരിക ആത്മാവിന് പ്രാണവായു കൊടുക്കാൻ വേണ്ടി കടലിൽ അലകളുള്ളതുപോലെ, അലകളിൽ ഓക്സിജൻ ജനിക്കുന്ന പോലെ നമ്മുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ, അതുപോലെ തന്നെ പ്രത്യാശയുടെ, ദൈവകൃപയുടെ ഓക്സിജൻ, പ്രാണവായു, കൃപ രൂപപ്പെട്ടു വന്നിരിക്കും. ഇത് ഇരട്ടത്തക്കത്തിനാണ് സംഭവിക്കുന്നത്. ഇത് വിവേചിക്കണ കൊണ്ടാണ് മറിയം അങ്ങനെയുള്ള തക്കങ്ങളിലൂടെ പോകുമ്പോൾ അവർ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനെക്കുറിച്ച് ധ്യാനിക്കും, പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ജീവിതത്തിന്റെ ഇരുട്ട് തക്കങ്ങളിലെ ആത്മാവിന്റെ പ്രാണവായു ഉൽപ്പാദിപ്പിക്കുന്ന അലയൊഴികളുടെയും കാലങ്ങളിലെ കർത്താവേ കൃപയാർജിക്കുന്ന പരിസ്ഥിതിയെ വിവേചിച്ച് മനസ്സിലാക്കി അത് പരിപാലനയുടെ ഭാഗമായി മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയുക. പ്രാർത്ഥനയോടെ, മടുപ്പ് കൂടാതെ പ്രാർത്ഥനയോടെ, ഇടതടവില്ലാതെ പ്രാർത്ഥനയോടെ അങ്ങേ അനുഭവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവം, എല്ലാത്തിനും മാനുഷിക പരിഹാരമുണ്ട്, ദൈവിക പരിഹാരമുണ്ട്. അപ്പം നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. ഇപ്പം നമ്മൾ
വിചാരിക്കാത്ത ഒരു പുതിയ പരിഹാരം ഒരു വിഷയത്തിന് വരുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വിവേചിക്കണം. ആ ദൈവമാണ് ഇടപെട്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കാത്ത ഒരു പരിഹാരം, നിങ്ങളുടെ ബുദ്ധിയിലില്ലാഞ്ഞ ഒരു പരിഹാരം പെട്ടെന്ന് ഈ വിഷയത്തിലേക്ക് വന്നു ചേരുമ്പോൾ, കാരണം ദൈവത്തിന് നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അതായത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരെ ചുമ്മാ ഇവർക്ക് കൊണ്ടുവന്ന് വിസ കൊടുക്കണതൊക്കെ കാണാം. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. 12 ലക്ഷം ഏജൻസി 12 ലക്ഷമാണ് പറയുന്നത് വിസ. 12 ലക്ഷം. അവർ പറഞ്ഞ് കഷ്ടിപൊട്ടി ഒരു വലിച്ച് പൊടിപ്പിച്ച് വിറ്റും ചുട്ടുമൊക്കെ ഒരു 8 ലക്ഷം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ്. പോകാതിരിക്കാൻ പറ്റത്തില്ല, അത്രയും കടമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഫ്രീ വിസ. അതാണ് ഈ പിന്നിൽ നിന്നുള്ള സ്വരം എന്ന് പറയണത്. ദൈവിക പരിഹാരത്തിന് വേണ്ടി നോക്കി പറയും. വാട്ട് ഇസ് മൈ പോയിൻറ്റ്? എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ ദൈവിക പരിഹാരം ഒരു പരിപാലനയുടെ പരിഹാരം ഉണ്ടാകുന്ന മുമ്പ് നിങ്ങളും ദൈവമായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുക്കണം. റിലേഷനാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങൾ ഉണ്ടാക്കണം. അതൊരു പ്രശ്നാധിഷ്ഠിതമായ റിലേഷൻ ആകരുത്. കാരണം ദൈവത്തെ നിങ്ങളെ അറിയാം. നിങ്ങൾ ഈ പ്രശ്നം കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനെ തിരിഞ്ഞു നോക്കത്തില്ലെന്നറിയാം. അത് റെക്ടിഫൈഡ് ചെയ്യണം. നിങ്ങൾക്ക് ദൈവമായിട്ട് ആ റിലേഷൻ വരാൻ പോകുന്ന ഡാമേജുകൾ ആദ്യമേ കയറി റെക്ടിഫൈ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ സ്വഭാവം ഉണ്ടല്ല, പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥനയുള്ളൂ, അല്ലെങ്കിൽ അവർ ടി വിയും കണ്ട മൊബൈലും കണ്ട കോമഡിയും കണ്ട് ഇളിച്ചൊക്കെ ഇത് അങ്ങനെ ഇരുന്നുള്ളൂ, ഒരു പ്രശ്നമില്ല, ഭക്ഷണം കഴിച്ച് മറിക്കിടന്ന് ഉറങ്ങും. അപ്പം നിങ്ങൾ ദൈവത്തിന് അറിയാം പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ദൈവത്തിന് മുമ്പിൽ വരത്തുള്ളൂ. ഇനി പ്രശ്നകാലം കഴിയുമ്പോൾ അവൻ പഴയ അവൻ്റെ വഴിയിൽ കഴിക്കും, ചുമ്മാ പിന്നെ പോകുന്നത്. അത് റെക്ടിഫൈ ചെയ്യണം. അപ്പം നേരത്തെ പറയണം, ദൈവമേ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ വരണമല്ല, എൻ്റെ പ്രശ്നമില്ലാത്തൊരു കാലം വന്നാലും ഞാൻ നിൻ്റെ കൂടെ തന്നെയായിരിക്കും. അതൊരു നിലപാടാണ് ശരിക്കും. ഞാൻ ഈ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വന്നത്, ഞാൻ സമ്മതിച്ചു. പക്ഷേ എനിക്ക് പ്രശ്നമില്ലാത്തൊരു കാലം തന്നാലും ഞാൻ നിൻ്റെ കൂടെ തന്നെയായിരിക്കും. ഇത് പ്രാർത്ഥിച്ചു, ദൈവമേ ഇപ്പോൾ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ആശ്രയിക്കുന്നത്. പക്ഷേ എനിക്ക് പ്രശ്നമില്ലാത്തൊരു കാലം തന്നാലും ഇതിനേക്കാൾ തീഷ്ണമായി ഞാൻ നിന്റെ വഴികളിലെ സഞ്ചരിച്ചിരിക്കാം. ഇതാണ് ഞാൻ ലൂപ്പുകൾ, ഇത് അടക്കണം. കാര്യം ദൈവത്തിനുള്ള കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ എല്ലാം അറിയാമല്ലോ, വരാൻ പോകുന്ന എല്ലാം അറിയാവുന്ന കാരണം നേരത്തെ തന്നെ. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഉടമ്പടി താമസിക്കുന്നതിൻ്റെ കാരണം അവർ ഉടമ്പടിയിലല്ല. ഉടമ്പടിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഉടമ്പടി സെറ്റാകത്തില്ല. അതിൻ്റെ കോമ്പോണൻസ് എല്ലാം കറക്റ്റാകാം. നിങ്ങൾ രോഗികളെ കാണുന്നുണ്ടോ, പിന്നെ പത്രം കൊടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രത്യക്ഷീകരണം, കോമ്പോണൻസ് എല്ലാം കറക്റ്റാകാം. പക്ഷേ ദൈവം ഈ സാധനം സെറ്റാകത്തില്ല. സെറ്റാകാത്ത കാരണം ഈ ഒരു കാലം കഴിഞ്ഞാൽ നിൻ്റെ വഴിയെ പോകുമെന്ന് ദൈവത്തിന് അറിയാം. അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ദൈവമായിട്ട് ടെമ്പററി റിലേഷൻസ് സാധ്യമല്ല. നിങ്ങൾക്ക് വേറെ ആരുമായിട്ട് വേണമെങ്കിലും ഒരു താൽക്കാലിക റിലേഷൻസ് ഓക്കെയാണ്, പക്ഷെ ദൈവമായിട്ട് ഒരു താൽക്കാലിക റിലേഷൻസ് ഓക്കെയല്ല. കാര്യം ദൈവത്തിൻ്റെ റിലേഷൻസ് എല്ലാം ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ ഉദ്ദേശിക്കേണ്ടത്? യു മസ്റ്റ് ബി ഓൾസോ വിത്ത് മീ അൺ ടു ദി ലാസ്റ്റ്. ക്ലിയർ അല്ലേ? അല്ലേ? അപ്പോൾ ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്, ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി.